ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സുഖമാണ്. പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കണ്ടല്ലോ, ബ്രൊക്കോളിയാണ് ഇന്ന് അദ്വിയുടെ ഫുഡ്. ബ്രൊക്കോളിയാണ്. അപ്പോൾ ഈ ബ്രൊക്കോളിയിൽ നമ്മൾ എന്തെല്ലാം കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വിറ്റാമിൻ എയും സിയും കെയും അതേപോലെ തന്നെ ഫോളറ്റ്, ഫൈബർ, കാൽസ്യം, ഇരുമ്പ്, അങ്ങനെ എല്ലതും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഈ ബ്രൊക്കോളി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബേബിയുടെ കാഴ്ചശക്തിക്കും അതേപോലെ തന്നെ വളർച്ച, ദഹനശക്തി, അങ്ങനെ എല്ലാതും ഉൾപ്പെടുന്ന ഒരു ഫുഡാണ് ബ്രൊക്കോളി എന്ന് പറയുന്നത്. അതേപോലെ നമുക്കിത് ചോറിൽ, പുഴുങ്ങിയ മുട്ടയിൽ, പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളിൽ, മാംസത്തിൽ, അങ്ങനെ എല്ലാറ്റിലും ഇത് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ബേബിക്ക് കൊടുക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് വേവിച്ച് തന്നെ ഇത് കൊടുക്കണം. ഹാഫ് വേവിലൊന്നും വേവിച്ചെടുക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർജറ്റിക് ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അലർജി ഉണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിർബന്ധിച്ചിട്ട് നമ്മൾ ഈ ഫുഡ് കഴിപ്പിക്കാനും പാടില്ല. അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഫുഡ് അവിടെ വെച്ച് നിർത്തുന്നതാണ് ബെറ്റർ. എപ്പോഴും നന്നായിട്ട് വേവിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുത്ത നെയ്യാണ്. ഈ ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്യുന്നത് കുട്ടികളുടെ ബുദ്ധിര വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓക്കെ, ബൈ, സി യു, താങ്ക് യു.